Sri Krishna himself was the biggest seer himself. Though he was a Shishya, he also had very good reverence for his gurus. And that is the reason why he always used to pray, he always used to bow before the gurus. Just today morning, I read one news item in the newspaper. And that it was disturbing. You also must have read it. You must also have seen that yesterday, or you must have heard of it. Some of the schools in our state, they perform Guru Puja. Guru Puja is our culture. And in that culture, we offer flowers at the feet of our Guru. And some people have objected to it. I don't understand from which culture these people are coming. What is their thoughts? Some people are objecting. ഇരുണ്ട യുഗത്തിലേക്ക് കേരളത്തിലെ നയിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ നാട് നവോത്ഥാനം നടന്ന നാടാണ്. അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ഒക്കെ എതിരായിട്ട് പോരാട്ടം നടത്തിയ നാടാണ്. ഇത് ശ്രീനാരായണ ഗുരുദേവൻ്റെയും ചട്ടമ്പി സ്വാമിയുടെയും മഹാത്മാ അയ്യങ്കാളിയുടെയും നാടാണ് ഈ നാട്. ഗവർണർക്ക് ചിലപ്പോൾ അത് അറിയില്ലായിരിക്കും. പക്ഷെ അദ്ദേഹം ഇത്ര ഗുരുതരമായിട്ടൊരു പ്രസ്താവനയിലൂടെ തൻ്റെ ഭരണഘടനാ പദവിയെ തന്നെ അപമാനിച്ചിരിക്കുകയാണ്. കേരളത്തിലെ കുട്ടികളെ കാല് കഴിപ്പിക്കലാണ് കേരളത്തിലെ സംസ്കാരം എന്ന് അദ്ദേഹം പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കേരള ജനത തയ്യാറാവില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. അദ്ദേഹം സവർണ ഫാസിസ സംസ്കാരം കേരളത്തിൽ പഠിപ്പിക്കാൻ നോക്കുകയായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം പാദപൂജകളെ, കുട്ടികളെ കൊണ്ട് നടത്തുന്ന പാദപൂജകളെ ന്യായീകരിക്കുമായിരിക്കും. പക്ഷേ അദ്ദേഹം വഹിക്കുന്ന പദവിയുടെ മഹത്വം അദ്ദേഹം മനസ്സിലാക്കണം. ഗവർണറാണ് അദ്ദേഹം. ഈ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും കൂടുതൽ പുരോഗമനപരമായി മുന്നോട്ട് പോയ ഈ സംസ്ഥാനത്തെ പിന്നോട്ട് നയിക്കാൻ ഒരു ഗവർണർ തന്നെ മുന്നോട്ട് വരുന്ന കാഴ്ച അങ്ങേയറ്റത്തെ അപലപനീയമാണ്. ഇദ്ദേഹത്തിന് വെറും സവർണ അജണ്ടകളെ വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയം മാത്രമാണുള്ളത് എന്ന് തെളിയിക്കുന്നതാണ് ഇത്. തെരഞ്ഞെടുത്തേക്കുന്ന ആളുകളും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. പക്ഷേ BJP-യുടെ ആലപ്പുഴ ജില്ലാ അതാ പറഞ്ഞത്, BJP-യുടെ ജില്ലാ സെക്രട്ടറിമാരുടെ കാല് കഴിക്കാൻ കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളെ വിട്ടുകൊടുക്കണം, അതാണ് കേരളത്തിലെ സംസ്കാരം എന്ന് ഗവർണർ പറയുന്നൊരവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. സംസ്ഥാനത്തിന് നാണക്കേടാണ് ഈ ഗവർണർ. ഈ ഗവർണറെ ഓർത്ത് ലജ്ജിക്കേണ്ട അവസ്ഥയിലാണുള്ളത്. കാരണം ഗവർണർ പദവിയിലിരിക്കുന്നവർ രാജ്യത്തെ പുരോഗമനത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം അധപ്പതനത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. കാസർഗോഡ്, കണ്ണൂർ, ആലപ്പുഴ, കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിരവധി സ്കൂളുകളിൽ നിന്നും RSSൻ്റെ സമുന്നത നേതാക്കളുടെയും പ്രാദേശിക നേതാക്കളുടെയും അധ്യാപകരുടെയും എല്ലാം കാല് കഴുകി പാദപൂജ നടത്തിയെന്ന വാർത്തയാണ് ഇപ്പോഴും പുറത്തു വന്നിട്ടുള്ളത്. കേരളത്തിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തെയും ജനാധിപത്യ അവബോധത്തെയും തകർക്കുന്ന ഫ്യൂഡൽ സംസ്കാരത്തിൻ്റെ ഭാഗമായി സനാതന ധർമ്മം എങ്ങനെയാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതിൻ്റെ കൃത്യമായ പ്രയോഗമാണ് RSSകാരും സംഘപരിവാർ വിഭാഗവും പുതിയ തലമുറയെ കൊണ്ട് അടിമത്ത മനോഭാവം രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള ഈ ബോധപൂർവമായ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. കാടത്തപരമായ സമീപനമാണ്. അധ്യാപകരെ ബഹുമാനിക്കണമെന്ന കാര്യത്തിലൊന്നും ആർക്കും തർക്കമില്ല. അധ്യാപകരെ മാത്രമല്ല, ആരെയും ബഹുമാനിക്കുന്നതിൽ ആരും ഒരു തരത്തിലുള്ള എതിർപ്പും പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇത് ആദരവ് പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രാജ്യം തമസ്കരിച്ച, ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള ഒരാചാര രീതി നടപ്പിലാക്കാനാണ് ആധുനിക സമൂഹത്തിൽ കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത്
ഈ RSകാരും സംഘപരിവാർ വിഭാഗവും ചേർന്ന് അവർ കൈകാര്യം ചെയ്യുന്ന വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ മേലെ നടപ്പിലാക്കാൻ ഇപ്പോഴും തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ളത്. അപലപിക്കേണ്ടുന്ന ഒരു കാര്യമാണിത്. അതിശക്തിയായ രീതിയിലുള്ള എതിർപ്പ് ജനാധിപത്യ സമൂഹമാകെ, ഏതെങ്കിലും ഒരു വിഭാഗമല്ല, മുഴുവൻ ആളുകളും, കേരളീയ സമൂഹമാകെ, മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനാധിപത്യ അവബോധമുള്ള കേരള സമൂഹമാകെ ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ നിങ്ങളൊരു ചിത്രം കാണിക്കാം. ആ ചിത്രം നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ഇടപ്പോൺ ആറ്റുവ വിവേകാനന്ദ വിദ്യാപീഠത്തിൽ ഇന്നലെ നടന്ന ഗുരുപൂജയുടെ ചിത്രമാണ്. ഇതിൽ നീല ഷർട്ട് ഇട്ട ഒരു മനുഷ്യൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ മനുഷ്യൻ്റെ പേര് അനൂപ് എന്നാണ്. ആരാണ് അനൂപ് എന്ന് നിങ്ങളുടെ മീഡിയക്കാരോട് ആലപ്പുഴയിൽ നിന്ന് അന്വേഷിക്കാൻ പറയണം. അദ്ദേഹം BJPയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയും നൂറിനാട്ടെ പഞ്ചായത്ത് മെമ്പറുമാണ്. ഏത് വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്ന പിൻബലത്തിലാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ വിദ്യാർത്ഥിയെ കൊണ്ട് ഈ BJP നേതാവിൻ്റെ കാല് ഈ സ്കൂള് കഴുകിപ്പിച്ചത് എന്ന് പൊതുസമൂഹത്തോട് RSSകാർ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, അധ്യാപകരെ ആദരിക്കുന്നു എന്ന പേരിൽ കേരളത്തിനകത്ത് ഇത്തരം വരേണ്യ വ്യവസ്ഥിതികൾ അടിച്ചേൽപ്പിക്കാൻ ആവശ്യമായ വലിയ പരിശ്രമം കേരളത്തിൽ RSS നടത്തുന്നതിനെ പൊതുസമൂഹം കാണേണ്ടതായിട്ടുണ്ട്. ഞാൻ നിലവിൽ അഭിഭാഷകനാണ്. അഭിഭാഷകൻ എന്നുള്ള നിലയിലാണ് അവരെന്നെ വിളിച്ചത്. ആ സ്കൂളിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിലും അഭിഭാഷകൻ എന്നുള്ള നിലയിലും ധാരാളമായി ആ സ്കൂളിൽ ക്ലാസ്സുകളൊക്കെ എടുക്കാറുണ്ട്. നൈതികം പോലെയുള്ള വിഷയങ്ങളിൽ ബാലാവകാശത്തെക്കുറിച്ചിട്ടുള്ള ക്ലാസ്സുകളൊക്കെ എടുക്കാൻ വേണ്ടി പോകാറുണ്ട്. വിദ്യാലയ സമിതിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പോയപ്പോഴും ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമായി ഗുരുപൂർണിമയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാനവിടെ ചെല്ലുന്നത്.